സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, അവർക്ക് സുരക്ഷിതമായും നിർഭയമായും യാത്ര ചെയ്യാനുള്ള സാഹചര്യമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് നിർഭയ പദ്ധതി ആരംഭിക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതോടെ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുമെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. സ്ത്രീകൾക്ക് തുല്യ പരിഗണന നൽകുന്ന വനിതാ സംവരണ ബിൽ രാജ്യത്ത് നടപ്പിലാക്കാനുള്ള പോരാട്ടം തുടരും. Now with Lok Sabha elections looming, my great regret is that we have still not been able to pass the Women's Reservation Bill in Parliament for lack of consensus, even though it has been adopted in the Rajya Sabha. However, we shall continue to fight till we finally pass the bill in Rajya Sabha. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം തുടരുന്ന സാഹചര്യത്തിൽ അവരുടെ കേസുകൾ മാത്രം പരിഗണിക്കാൻ 2 കോടതികൾ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും പുതുതായി ആരംഭിക്കും. ഇതിനുള്ള തീരുമാനം ഉടനുണ്ടാകുമെന്നും ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി അറിയിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കുറ്റങ്ങൾ വിചാരണ ചെയ്യാനുള്ള 2 കോടതികൾ കൂടി, ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കോഴിക്കോടും തുടങ്ങുന്നതിന് തീരുമാനം ഉടനെ എടുക്കും. നിർഭയ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനത്ത് 12,000 നിർഭയ വോളണ്ടിയർമാരെയാണ് നിയമിക്കുക. പട്രോളിംഗ്, ഗൃഹസന്ദർശനം, പോലീസ് ഉദ്യോഗസ്ഥരെ സഹായിക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ചുമതലകൾ. മീഡിയ 1 കൊച്ചി.